പ്രിൻസസ് ആൻഡ് ദ വെയർവോൾഫ് എന്ന ഡ്രാമയുടെ 10ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ ജനറലിനെയും ചിന്നറിനെയും അടുത്ത ദിവസം ഒരുമിച്ച് നിർത്തി ചോദ്യം ചെയ്യുന്നു. അവർ നേരിട്ട് പറഞ്ഞപ്പോഴാണ് തൻ്റെ അടുത്ത് രണ്ടാമത് തന്നെ സ്വാധീനിക്കാൻ ശ്രമിച്ചത് അവളല്ലായിരുന്നു എന്ന് ജനറൽ വിശ്വസിച്ചത്. പ്രണയം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നശിച്ചുപോയതിൽ അവൻ വിഷമിക്കുന്നു. പെർഫ്യൂം സഞ്ചി കാണിക്കാമെന്ന് പറഞ്ഞ് തന്നെ ഒരാൾ കൂട്ടിക്കൊണ്ടുപോയി ബോധം കെടുത്തുകയായിരുന്നു എന്ന് ചുനർ തുറന്നു പറയുന്നു. അവർ രണ്ടുപേരും ഉപയോഗിക്കപ്പെടുകയായിരുന്നു എന്ന് മുലാങ്ങിന് മനസ്സിലാക്കുന്നുണ്ട്. അവൻ എൽഡർമാരെയും ചിവയും ഒക്കെ വിളിച്ചുകൂട്ടി അവരെ രണ്ടുപേരെയും മുന്നിൽ നിർത്തി സംഭവിച്ചത് എന്താണെന്ന് എല്ലാവരോടും വിവരിക്കുന്നു. ജനറൽ നിരപരാധിയാണെന്ന് തെളിഞ്ഞതോടെ അവനെ വെറുതെ വിടാൻ എൽഡർമാർ തയ്യാറാകുന്നുണ്ടെങ്കിലും ചിനർ നിരപരാധിയാണെന്ന് തെളിയിക്കാൻ തക്കതായ തെളിവുകളൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ലാത്തതിനാൽ തൽക്കാലം അവളെ തടവറയിൽ തന്നെ സൂക്ഷിക്കാൻ ഉത്തരവിടുന്നു. ജനറൽ മാ സ്വന്തം ജീവൻ പോലും പണയം വെച്ച് അവൾക്ക് വേണ്ടി അവരുടെ മുന്നിൽ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. വളരെ കുറച്ച് സമയത്തെ പരിചയമേ ഉള്ളുവെങ്കിലും അവളല്ല രണ്ടാമത് തന്നെ സ്വാധീനിക്കാൻ ശ്രമിച്ചതെന്ന് അവൻ ഉറപ്പിച്ചു പറയുന്നു. അവനിത്ര ശക്തമായി തന്നെ സപ്പോർട്ട് ചെയ്യുന്നത് ചുനറുടെ മനസ്സിനെ സ്വാധീനിക്കുന്നുണ്ട്. ചിബയും അവൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു. അവളിങ്ങനെ സമ്മർദ്ദം അനുഭവിക്കുന്നത് കുഞ്ഞിൻ്റെ ആരോഗ്യത്തെ ബാധിക്കുമെന്ന് പറഞ്ഞൊരു ജോലിക്കാരി കൊണ്ട് എൽഡർമാർ അവളെ അവിടെ നിന്ന് പറഞ്ഞേക്കാൻ തുടങ്ങിയെങ്കിലും മുലാങ് ഇടപെട്ട് അവൾക്ക് സംസാരിക്കാനുള്ള അവസരം നൽകുന്നു. ചുനർ നിരപരാധിയാണെന്ന് തെളിയിക്കുന്ന വിധത്തിൽ അവർ കുറെ വാദിക്കുന്നുണ്ട്. ഇതേവരെ ഒരു കാര്യത്തിനും അവളെ സപ്പോർട്ട് ചെയ്തിട്ടില്ലാത്ത ഹുദി പോലും ഇത്തവണ ചിബയെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്നു. മുലാങ്ങും അവൾ നിരപരാധിയാണെന്നതിൽ ഉറച്ചു നിൽക്കുന്നു. അങ്ങനെ അവസാനം എൽഡർമാർ അവളെയും വെറുതെ വിടാൻ തയ്യാറാക്കുന്നു. ശരിക്കുള്ള കുറ്റവാളിയെ കണ്ടുപിടിക്കാനുള്ള ഉത്തരവാദിത്തം മുലാങ് ബായിയെയും ഹുദിയെയും ഏൽപ്പിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് വിവാഹത്തിലുള്ള ഒരുക്കങ്ങൾ നടത്താനും എൽഡർമാർ ഓർഡർ നൽകുന്നു. വിവാഹത്തിനുള്ള ക്ഷണക്കത്ത് കൊട്ടാരത്തിൽ ഒട്ടുമിക്ക ആളുകൾക്കും കിട്ടുന്നുണ്ട്. തനിക്കും ക്ഷണക്കത്ത് കിട്ടുമായിരിക്കുമെന്ന് ജിങ് പ്രതീക്ഷിക്കുന്നു. പക്ഷെ വിവാഹം എങ്ങനെ മുടക്കാമെന്ന ആലോചനയിലാണ് അവൻ. സിനിയാങ്ങിനെ കോൺടാക്ട് ചെയ്ത് ദൈഷാങ്ങുമായി നേരിട്ട് സംസാരിക്കാൻ ഉള്ള ഒരു അവസരം ഉണ്ടാക്കാൻ അവൻ റുവോയെ പറഞ്ഞേൽപ്പിക്കുന്നു. ജനറൽ നെയിം സംഘത്തെയും മറ്റ് ശിക്ഷകളിൽ നിന്ന് ഒഴിവാക്കിയെങ്കിലും മരങ്ങൾ നട്ടുപിടിപ്പിക്കാനുള്ള ശിക്ഷ നൽകിയിരുന്നു. ചുനറിനും അതേ ശിക്ഷ തന്നെയാണ് കിട്ടിയത്. അവിടെ വെച്ച് തമ്മിൽ കണ്ടപ്പോൾ സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തി തനിക്ക് വേണ്ടി സംസാരിച്ചതിന് അവൾ ജനറലിന് നന്ദി പറയുന്നു. ആദ്യത്തെ കൂടിക്കാഴ്ചയിൽ അവനെ തെറ്റിദ്ധരിച്ചതിന് സോറി പറയുന്നുമുണ്ട്. അവൾക്ക് വേണ്ടി കൂടി മരങ്ങൾ നടാൻ തയ്യാറാണ്, വെറുതെ ഇരുന്ന് റെസ്റ്റ് എടുത്തോളാൻ പറഞ്ഞ് അവൻ അവളുടെ കയ്യിൽ നിന്ന് തൈ കൂടി വാങ്ങുന്നുണ്ട്. ചുനർ സന്തോഷത്തോടെ അവൻ കുടിക്കാനായി വെള്ളം എടുത്തു കൊടുക്കുന്ന സമയത്ത് അവരുടെ കൈകൾ തമ്മിൽ ചേരുന്നു. രണ്ടുപേർക്കും എന്തോ സ്പാർക്ക് ഫീൽ ചെയ്യുന്നതിനാൽ പെട്ടെന്ന് കൈ പിൻവലിക്കുന്നുണ്ട്. മരങ്ങൾ നടാൻ അവൻ സഹായിക്കാമെന്ന് പറഞ്ഞതുകൊണ്ട് അവൻ്റെ ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാണെന്ന് പറഞ്ഞാൽ അത് ഉണ്ടാക്കിക്കൊണ്ട് വരാം എന്ന് അവളും പറയുന്നു. മിലിറ്ററി ക്യാമ്പിൽ തന്നെ വളർന്നത് കൊണ്ട് ബണ്ണും എന്തെങ്കിലും അച്ചാറും കൂടി കഴിക്കാനാണ് ഇഷ്ടം എന്നവൻ പറഞ്ഞപ്പോൾ അവൾ അത് ഉണ്ടാക്കാനായി കൊട്ടാരത്തിലേക്ക് പോകുന്നു. കൊട്ടാരത്തിൽ ബാക്കി എല്ലാവർക്കും ക്ഷണക്കത്തുകൾ കിട്ടിയെങ്കിലും ജിങ്ങിന് മാത്രം മുലാങ് ഇൻവിറ്റേഷൻ നൽകുന്നില്ല. അതവനെ ശരിക്കും ദേഷ്യം പിടിപ്പിക്കുന്നുണ്ട്. വിവാഹത്തിന്റെ ഒരുക്കങ്ങൾ ഗംഭീരമായി നടക്കുന്നതിൽ സന്തോഷമില്ലാത്ത ഒരാൾ കൂടിയുണ്ട്, ഹുദി. മുലാങ്ങിന്റെ രാജ്ഞിയാകാൻ മാത്രം യോഗ്യത ചിബയ്ക്കില്ല എന്നാണ് അവൾ ഇപ്പോഴും പറയുന്നത്. ബായ് അവളുടെ മൂഡ് ഓഫ് മാറ്റിന് കുറെ സംസാരിച്ച് നോക്കുന്നുണ്ട്. ആ സമയത്ത് അവർ നിന്നിരുന്നതിന്റെ മുകളിൽ ഒരു ലൈറ്റ് പൊട്ടി അവളുടെ മുകളിലേക്ക് വീഴാൻ തുടങ്ങുന്നു. ബായ് പെട്ടെന്ന് അവളെ പിടിച്ചു മാറ്റിയത് കൊണ്ട് അപകടമൊന്നും സംഭവിക്കുന്നില്ല. അത്ര ക്ലോസായി നിന്നപ്പോൾ അവർക്കും എന്തോ സ്പാർക്ക് ഫീൽ ചെയ്യുന്നു. രണ്ടുപേരും പെട്ടെന്ന് പിടിവിട്ട് മാറുന്നുണ്ട്. ബായ്ക്ക് മുമ്പ് തന്നെ അവളോട് ഇഷ്ടമുണ്ടായിരുന്നതിനാൽ അങ്ങനെ സംഭവിച്ചതിൽ അവൻ സന്തോഷിക്കുന്നു. ഹുദിക്കും ഇത്ര നാളില്ലാതിന് എന്തോ ഒരു ഫീലിങ്സ് തോന്നി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അധിക സമയം അവിടെ നിൽക്കാതെ അവൾ ഓടിപ്പോകുന്നു. ചിവയ്ക്ക് വിവാഹ സമ്മാനമായി വിലപിടിപ്പുള്ള ധാരാളം ആഭരണങ്ങളും മറ്റും അവളുടെ മുറിയിൽ എത്തിച്ചിരിക്കുന്നു. അവൾക്ക് പക്ഷേ അതിലൊന്നും ഒരു താല്പര്യവുമില്ല. പോരാത്തതിന് ഗർഭിണിയായതുകൊണ്ട് കഴിക്കാനുള്ള കുറേ മരുന്നുകളും അവൾക്ക് വേണ്ടി എൽഡർമാരുടെ നിർദ്ദേശപ്രകാരം ഹോങ്ഷു റെഡിയാക്കി കൊണ്ടുവരുന്നുണ്ട്. ചിവ ഹോങ്ഷുവിനെ പറ്റിച്ച് അത് മുറിയിലുണ്ടായിരുന്ന ചെടിയുടെ പാത്രത്തിൽ ഒഴിക്കുന്നു. ജിങ് നേരിട്ട് കാണണമെന്ന് ആവശ്യപ്പെട്ട കാര്യം സിനിയാങ് വഴി ദൈഷാങ് അറിയുന്നു. പക്ഷേ ഈ സമയത്ത് മുലാങ് വളരെ അലേർട്ടായി ഇരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ തമ്മിൽ കാണുന്നത് ദോഷമേ ചെയ്യുള്ളൂ. കുറച്ചു കാലം കൂടി വെയിറ്റ് ചെയ്യാനാണ് അയാൾ പറഞ്ഞത്. ഹൈതാങ് മുറിവേറ്റ നിലയിൽ ഇപ്പോഴും അയാളുടെ തടവിലാണ്. രാജാവിൻ്റെയും രാജ്ഞിയുടെയും വെഡിങ് ഡ്രസ് സെലക്ട് ചെയ്യാൻ ചെന്നപ്പോൾ ഹോങ്ഷുവും ലിജുനും തമ്മിൽ മീറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇടയ്ക്കിടെ തമ്മിൽ കാണുകയും അടുത്തിടപഴകുകയും ഒക്കെ ചെയ്യുന്നതിനാൽ അവൾക്കുള്ളതുപോലെ ഇഷ്ടം അവനും തോന്നി തുടങ്ങിയിരിക്കുന്നു. പക്ഷേ അവൻ ഇതുവരെ അത് പുറത്തു കാണിച്ചിട്ടില്ല. വെഡിങ് ഡ്രസ്സിന്റെ ഡിസൈനുകൾ ഒരു ഭിത്തിയുടെ ഇരുവശങ്ങളിൽ നിന്ന് കണ്ടു നോക്കുന്നതിനിടയിൽ അവസാനം അറിയാതെ അവരുടെ കൈകൾ തമ്മിൽ കൂട്ടിമുട്ടുന്നു. മുമ്പ് പലതവണ അവൻ്റെ കയ്യിൽ തൊടാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അവൾക്കതിന് സാധിച്ചിട്ടില്ല. ഇപ്പോൾ അബദ്ധത്തിൽ അത് സംഭവിച്ചിരിക്കുകയാണ്. ഗ്ലൗസ് ഉണ്ടായിരുന്നതുകൊണ്ട് അവൾക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും പറ്റുന്നില്ല. പിന്നെ അധിക സമയം അവിടെ നിൽക്കാതെ അവൾ വേഗം അവിടെ പോകുന്നു. ലിജുൻ അവൻ്റെ കയ്യിലേക്ക് നോക്കി എന്തോ ചിന്തിക്കുന്നുണ്ട്. ചിബ എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ട് ഗാർഡനിൽ ഇരിക്കുമ്പോഴാണ് ജിങ് അവളുടെ അടുത്തെത്തി വിവാഹം കലക്കാനുള്ള ശ്രമം നടത്തി നോക്കിയത്. ഗർഭിണിയാണെന്ന് മുലാങ് നിർബന്ധിച്ച് അവളെ കൊണ്ട് പറയിച്ചതാണോ? വിവാഹത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണമെങ്കിൽ സഹായിക്കാം എന്നൊക്കെ പറഞ്ഞ് അവൻ അവളെ സ്വാധീനിക്കാൻ കുറെ ശ്രമിച്ചു നോക്കുന്നുണ്ട്. പക്ഷേ ഇത്തവണ അവൾ അവൻ്റെ കൂടെ നിൽക്കാൻ തയ്യാറാക്കുന്നില്ല. മാത്രമല്ല സ്വന്തം ചേട്ടനായിട്ട് പോലും മുലാങ്ങിനെ ശത്രുവിനെ പോലെ കാണുന്നതിനെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. എന്തൊക്കെയായാലും മുലാങ്ങിന്റെ മുന്നിൽ നട്ടിൽ നിവൃത്തി നിൽക്കാനുള്ള യോഗ്യത അവൻ ഇല്ലെന്ന് പറഞ്ഞിട്ടാണ് അവൾ പോയത്. അവൾ കൂടി തന്നെ അധിക്ഷേപിക്കുന്നത് കേട്ടപ്പോൾ ജിങ്ങിനെ ആകെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയാകുന്നു. ആ സമയത്താണ് ഇപ്പോൾ തമ്മിൽ കാണാൻ പറ്റില്ല എന്ന് ദൈഷാങ് പറഞ്ഞയച്ചതായി റുവ വന്നറിയിച്ചത്. തൻ്റെ ഒരു ആവശ്യം വന്നപ്പോൾ സഹായിക്കാൻ തയ്യാറാകാതെ അയാൾ തന്നെ ഉപയോഗിക്കുകയായിരുന്നു എന്ന് അവന് മനസ്സിലാകുന്നു. എല്ലാവരോടും ഞാൻ പ്രതികാരം ചെയ്യുമെന്നൊക്കെ അവൻ പകയോടെ പറയുന്നുണ്ട്. കൊട്ടാരത്തിനുള്ളിൽ തന്നെയുള്ള ആരോ സഹായിക്കുന്നത് കൊണ്ടാണ് ഇവിടെ നടക്കുന്ന വിവരങ്ങൾ കൃത്യമായി കൊല്ലാളിക്ക് അറിയാൻ കഴിയുന്നതും 2 തവണ ചിവയെ അപകടപ്പെടുത്താൻ ശ്രമിച്ചതും എന്നൊക്കെ മുലാങ് ലിജുനോട് പറയുന്നു. കൊട്ടാരത്തിനെക്കുറിച്ച് വളരെ നന്നായി അറിയാവുന്ന തന്നോട് ശത്രുതയുള്ള ആരായിരിക്കും അവർ സഹായിച്ചിട്ടുണ്ടാകുമെന്ന് ചിന്തിച്ചപ്പോൾ ജിങ് തന്നെ ആയിരിക്കും അതിന് പിന്നിലെന്ന് അവർ ഊഹിക്കുന്നത്. ആ സമയത്താണ് അവൻ പുറത്തെത്തി മുലാങ്ങിനെ കാണണം എന്ന് പറഞ്ഞ് ബഹളം വെച്ചത്. അവൻ വേഗം മാസ്കും കോട്ടുമൊക്കെ എടുത്ത് ധരിക്കുന്നുണ്ട്. അകത്തേക്ക് കയറിച്ചെന്ന് മുലാങ്ങിനോട് തനിച്ച് സംസാരിക്കണമെന്ന് ജിങ് ആവശ്യപ്പെടുന്നതിനാൽ മുലാങ്ങിന്റെ അനുവാദം വാങ്ങി ലിജിൻ പുറത്തേക്ക് പോകുന്നു.
വിവാഹത്തിന് ക്ഷണിക്കാതിരുന്നത് എന്താണെന്ന് ചോദിക്കാനായിരുന്നു ജിങ് വന്നത്. 5 വർഷങ്ങൾക്ക് മുമ്പ് അവൻ ചെയ്ത തെറ്റ് കാരണം ഇത്രയും വലിയൊരു ആഘോഷത്തിൽ അവൻ പങ്കെടുക്കുന്നത് ശരിയല്ല എന്ന് മുലാങ് പറഞ്ഞപ്പോൾ ജിങ് സ്ക്രീനൊക്കെ തള്ളി മാറ്റി അകത്തേക്ക് കയറിച്ചിരുന്നു. നമ്മൾ രണ്ടുപേരും ഒരേ അച്ഛനമ്മമാരുടെ മക്കളല്ലേ, ഞാൻ വിവാഹത്തിൽ പങ്കെടുത്താൽ എന്താണ് കുഴപ്പം എന്നൊക്കെ പറഞ്ഞ് അവൻ തർക്കിക്കാൻ തുടങ്ങുന്നു. മുമ്പ് ചെയ്ത തെറ്റുകൂടാതെ അവനിപ്പോൾ ദൈഷാങ്ങിന് വിവരങ്ങൾ ചോർത്തി കൊടുക്കുന്നതിനെ കുറിച്ച് മുലാങ് ചോദിക്കുന്നു. പക്ഷെ അവന് എത്ര പറഞ്ഞിട്ടും ജിങ് കുറ്റം സമ്മതിക്കാൻ തയ്യാറാകുന്നില്ല. അവൻ എന്തൊക്കെ പറഞ്ഞാലും വിവാഹത്തിന് പങ്കെടുക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് മുലാങ് തിരിഞ്ഞു കയറി പോകാൻ തുടങ്ങിയപ്പോൾ ജിങ് അവൻ്റെ തലയിൽ ധരിച്ചിരുന്ന കോട്ട് വലിച്ചു വരുന്നു. മാസ്കും ധരിച്ച് താഴേക്ക് വീഴുന്നുണ്ട്. അങ്ങനെ അവൻ്റെ ശരിക്കുള്ള രൂപം ജിങ് കാണുന്നു. അവനാകെ ഷോക്കാകുന്നുണ്ട്. മുലാങ് ദേഷ്യം സഹിക്കുമ്പോഴേത് അവൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് അവനെ കൊല്ലാൻ തുടങ്ങുന്നു. ഇതിനെക്കുറിച്ച് ഞാൻ ആരോടും പറയില്ല, എന്നോട് ക്ഷമിക്കണം, എന്നെ വെറുതെ വിടണം എന്നൊക്കെ അവൻ അവിടെ കിടന്ന് പിടയുന്നതിനിടയിൽ പറയുന്നുണ്ട്. മുലാങ് അവസാനം ദേഷ്യത്തിൽ അവനെ നിലത്തേക്ക് വലിച്ചെറിയുന്നു. ബഹളം കേട്ട് ലിജിൻ ഓടി അകത്തേക്ക് വരുന്നു. രംഗം കണ്ടപ്പോൾ അവിടെ നടന്നൊക്കെ അവൻ ഊഹിക്കുന്നു. ജിങ്ങിനെ അവൻ്റെ മുറിയിൽ തടവിലാക്കാൻ മുലാങ് പറഞ്ഞപ്പോൾ അവൻ ശരിക്കുള്ള രൂപം കണ്ട സ്ഥിതിക്ക് അവനെ വെറുതെ വിടുന്നത് ശരിയാകുമോ എന്ന് ലിജിൻ ചോദിക്കുന്നുണ്ട്. ആരുമായി മീറ്റ് ചെയ്യാൻ അനുവദിക്കാതെ തൽക്കാലം അവൻ്റെ മുറിയിൽ തന്നെ തടവിലാക്കിയാൽ മതി എന്ന് മുലാങ് പറയുന്നു. ലിജിൻ കാവൽക്കാരുടെ സഹായത്തോടെ അവനെയും കൊണ്ട് തിരിച്ചു പോകുന്ന സമയത്ത് അവർക്കെതിരെ വന്ന എൽഡർമാരിൽ ഒരാൾ രാജകുമാരനായി അവനെ അങ്ങനെ കൊണ്ടുപോകുന്നത് ലിജിനെ കുറ്റപ്പെടുത്തുന്നു. മുലാങ് എന്നെ മാത്രം വിവാഹത്തിന് ക്ഷണിച്ചില്ല, ഞാനതിന് പരാതി പറയാൻ പോയപ്പോഴാണ് എന്നെ തടവിലാക്കാൻ പറഞ്ഞതെന്ന് ജിങ് അദ്ദേഹത്തോട് കള്ളം പറയുന്നു. അത്ര നിസ്സാര കാര്യമാണെങ്കിൽ അവനെ വെറുതെ വിടാൻ അദ്ദേഹം പറയുന്നുണ്ടെങ്കിലും രാജാവിൻ്റെ ഓർഡർ ധിക്കരിക്കാൻ പറ്റില്ല എന്ന് ലിജിനെ അറിയിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എൽഡർമാരുടെ കോർട്ടിലേക്ക് കൊണ്ടുപോയി അവരുടെ എല്ലാവരുടെയും കൂടി അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാമെന്ന് പറഞ്ഞ് അദ്ദേഹം അവരെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നു. അവിടെ എത്തി മറ്റു രണ്ടുപേരോടും അദ്ദേഹം വിവരം പറയുന്നുണ്ട്. പക്ഷെ അവനെ എന്ത് ചെയ്യണമെന്ന കാര്യത്തിൽ അവർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കുന്നു. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അവർ ചെയ്യാറുള്ളത് പോലെ അവർ ഒരു വോട്ടെടുപ്പ് നടത്തി നോക്കുന്നുണ്ട്. അവൻ വിവാഹത്തിൽ പങ്കെടുക്കേണ്ട എന്നാണ് റിസൾട്ട് കിട്ടിയത്. അതുകൊണ്ട് അങ്ങനെ തന്നെ ഫൈനൽ തീരുമാനമെടുക്കുന്നു. അതോടെ ലിജിൻ ജിങ്ങിനെ തിരിച്ചു കൊണ്ടുപോകുന്നുണ്ട്. അവനെ മുറിയിൽ തടവിലാക്കിയിട്ട് പുറത്ത് കാവൽക്കാരെയും ഏർപ്പെടുത്തുന്നു. മുമ്പ് തടവറയിൽ കിടന്നതിന് തുല്യമായാണ് അവൻ ഇതും ഫീൽ ചെയ്തത്. അവൻ മുലാങ്ങിൻ്റെ ശരിക്കുള്ള രൂപം കണ്ടതിനെക്കുറിച്ച് അറിഞ്ഞപ്പോൾ അക്കാര്യം എന്താണ് എൽഡർമാരോട് പറയാതിരുന്നതെന്ന് റോ ചോദിക്കുന്നു. അതറിഞ്ഞാലും രാജ്യത്തിൻ്റെ സുരക്ഷയെ കരുതി അവർ അവനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് അങ്ങനെ ചെയ്യാനല്ല ഉദ്ദേശിക്കുന്നത്, എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവനെ അപമാനിക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് ജിങ് പറയുന്നു. വിവാഹം കുളമാക്കാൻ വേണ്ടി ജനറൽ മായ മീറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് അവൻ ആലോചിക്കുന്നു. പക്ഷെ പുറത്തു കിടക്കാൻ പറ്റില്ലല്ലോ. അപ്പോഴാണ് മണ്ണിരയുടെ ബ്ലഡ് ലൈനിൽപ്പെട്ട റുവോ തുരങ്കമുണ്ടാക്കാമെന്ന് പറഞ്ഞത്. കൊട്ടാരത്തിനുള്ളിലെ ഭിത്തികൾ വളരെ കട്ടിയുള്ളതാണ്, അതുകൊണ്ട് അവനതിന് സാധിക്കണമെന്നില്ല എന്ന് ജിങ് പറയുന്നുണ്ടെങ്കിലും ശ്രമിച്ചു നോക്കാൻ തന്നെ റുവോ തീരുമാനിക്കുന്നു. ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ അപ്പോൾ തന്നെ അവൻ തുരങ്കമുണ്ടാക്കാൻ തുടങ്ങുന്നു. രാത്രി ഉറങ്ങുക പോലും ചെയ്യാതെ സിറ്റിയുടെ പുറത്തേക്ക് അവൻ തുരങ്കമുണ്ടാക്കുന്നുണ്ട്. മുലാങ് വിവാഹ ദിവസം രാവിലെ ഒരിക്കൽ കൂടി ലിയായി ചിബയുടെ അടുത്തെത്തി മുലാങ് നല്ലവനാണെന്ന രീതിയിൽ സംസാരിച്ച് നോക്കുന്നു. അന്ന് രാത്രിയാണ് അവരുടെ വിവാഹം. അവനെ വിവാഹം കഴിക്കുന്നത് കൊണ്ട് അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാൻ പോകുന്നില്ല. അവൻ ജീവന് തുല്യം അവളെ സ്നേഹിക്കും എന്നൊക്കെ മുലാങ്ങിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവൻ സംസാരിച്ച് നോക്കുന്നു. അവൾ പക്ഷെ അതൊന്നും ഉൾക്കൊള്ളാൻ തയ്യാറാകുന്നില്ല. എന്ന് മാത്രമല്ല ഇനി മേലിൽ തന്നോട് സംസാരിക്കരുതെന്ന് പറഞ്ഞ് അവനെ അവിടെ നിന്ന് ഇറക്കി വിടുകയും ചെയ്യുന്നു. വളരെ വിഷമത്തോടെയാണ് അവൻ അവിടെ നിന്ന് പോയത്. ജിങ് അന്ന് രാവിലെ ഉണർന്നപ്പോഴേക്കും അവൻ്റെ മുറിക്കുള്ളിലേക്ക് റുവോ തുരങ്കം റെഡിയാക്കി കഴിഞ്ഞിരുന്നു. അവൻ ഉറങ്ങാതെ പോലും അത് ചെയ്യുകയായിരുന്നു എന്ന് അറിഞ്ഞപ്പോഴാണ് അവൻ്റെ ആത്മാർത്ഥത ജിങ്ങിന് ശരിക്കും മനസ്സിലാക്കുന്നത്. മുലാങ്ങിനെ തോൽപ്പിച്ച് അധികാരത്തിലെത്തുകയാണെങ്കിൽ അവന് നല്ലൊരു പൊസിഷൻ ജിങ് ഓഫർ ചെയ്യുന്നുണ്ട്. പണിഷ്മെന്റ് കിട്ടിയതനുസരിച്ച് ജനറൽ സിറ്റിയുടെ പുറത്തുള്ള കാട്ടിൽ മരങ്ങൾ നട്ടുപിടിപ്പിക്കുകയാണെന്ന് അറിഞ്ഞ് അവൻ തുരങ്കത്തിലൂടെ അങ്ങോട്ടേക്ക് പോകാൻ തീരുമാനിക്കുന്നു. ചുനർ ഇപ്പോൾ ജനറലിന് ഫുഡ് ഉണ്ടാക്കി അവിടെ കൊണ്ട് കൊടുക്കുന്നുണ്ട്. അവൾക്ക് മുമ്പ് അവനോടുണ്ടായിരുന്ന ഇഷ്ടക്കേടൊക്കെ പൂർണ്ണമായും മാറി ഇപ്പോൾ ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് അവൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഫുഡിനെ അവൻ പുകഴ്ത്തി പറഞ്ഞപ്പോൾ നാണം കാരണം അവൾ വേഗം ഉടന്നു പോകുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ജിങ് അവിടെ എത്തിയത്. അവൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് ഇഷ്ടമില്ലാതിരുന്നിട്ട് പോലും ചിവയ്ക്ക് വിവാഹത്തിന് സമ്മതിക്കേണ്ടി വന്നതെന്ന് പറഞ്ഞ് ജിങ് ജനറലിനെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നു. ആദ്യമൊക്കെ അവൻ പറഞ്ഞതിനോടൊന്നും യോജിക്കാതെ ജനറൽ എതിർത്ത് നിന്നാണ്. പക്ഷേ വിവാഹം നടത്താതെ ചിവയെ അവിടെ നിന്ന് രക്ഷിച്ചു കൊണ്ടുപോകാൻ സഹായിക്കാമെന്ന് അവൻ പറഞ്ഞപ്പോൾ അവൻ്റെ കൂടെ നിൽക്കാൻ ജനറൽ തയ്യാറാകുന്നു. മുലാങ് എപ്പോഴും കോട്ടും മാസ്കും ധരിക്കുന്നത് രാജ്യത്തെ ആചാരം കൊണ്ടല്ല, മറിച്ച് അവൻ്റെ രൂപം പുറത്തു കാണിക്കാൻ കഴിയാത്തത്ര വികൃതമായതുകൊണ്ടാണ്. അവൻ്റെ ശരിക്കുള്ള രൂപം ജനങ്ങളുടെ മുന്നിൽ കാണിക്കാൻ കഴിഞ്ഞാൽ അവൻ നാണക്കേട് കാരണം ആകെ തകരും. ആ തക്കന്നൊക്കെ അവനെ കീഴ്പ്പെടുത്താൻ പറ്റും എന്നൊക്കെ ജിങ് അയാളോട് പറയുന്നു. അങ്ങനെ അവർ ഒരുമിച്ച് വിവാഹ സമയത്തേക്ക് എന്തോ പ്ലാൻ തയ്യാറാക്കുന്നുണ്ട്. മുലാങ്ങും ചിബയും വിവാഹവേഷം ധരിച്ച് ചടങ്ങ് നടക്കുന്നിടത്തേക്ക് എത്തുന്നു. എൽഡർമാരുടെ നേതൃത്വത്തിൽ വിവാഹ ചടങ്ങുകളൊക്കെ കഴിഞ്ഞപ്പോഴാണ് ജിങ്ങിൻ്റെ കഴുത്തിന് നേരെ കത്തി പിടിച്ചവനെ കൊല്ലും എന്ന രീതിയിൽ ജനറൽ അവിടെ എത്തിയത്. അവനിങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് മനസ്സിലാക്കാതെ ചിബ പോലും അമ്പരക്കുന്നുണ്ട്. ചിബയെ വിട്ടയച്ചില്ലെങ്കിൽ അവനെ കൊല്ലും എന്ന് ജനറൽ ഭീഷണിപ്പെടുത്തുന്നു. അങ്ങനെ എല്ലാവരും ഷോക്കാൻ നിൽക്കുന്ന സമയത്താണ് ജനറലിൻ്റെ കയ്യിൽ നിന്ന് കത്തി പിടിച്ചു വാങ്ങി ജിങ് മുലാങ്ങിന് നേരെ എറിഞ്ഞത്. അവൻ്റെ മാസ്ക് തെറിച്ചു പോകുന്നുണ്ട്. അതോടെ അവൻ കോട്ടും എടുത്ത് മാറ്റുന്നു. പക്ഷെ അപ്പോഴാണ് അത് ലിജുനാണ് എന്നെല്ലാവരും അറിയുന്നത്. ജിങ് എന്ന് ഉറപ്പായും ഇങ്ങനെ ചെയ്യുമെന്നറിയാമായിരുന്നതിനാൽ മുലാങ് തനിക്ക് പകരം അവനെ നിർത്തിയതാണ്. ലിജിൻ എല്ലാവരും അതിനെക്കുറിച്ച് പറയുന്നു. ജിങ്ങിനെയും ജനറലിനെയും തൽക്കാലം തടവിലാക്കാനും നിർദ്ദേശം നൽകുന്നു. അവിടുത്തെ വിശ്വാസം അനുസരിച്ച് രാജാവിൻ്റെ മുഖം പ്രജകൾ കാണുന്നത് നിർഭാഗ്യമാണ്. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഇങ്ങനൊരു മുൻകരുതലെടുത്തത് എന്ന് പറഞ്ഞ് അവൻ ചിവയോട് സോറി പറയുന്നു. അപ്പോഴേക്കും മുലാങ്ങും അവിടെ എത്തുന്നു. അവർ ഒരുമിച്ച് വിവാഹ ചടങ്ങുകൾ പൂർത്തിയാക്കുന്നുണ്ട്. രാത്രി വളരെ ടെൻഷനോടെയാണ് ചിവ മണിയറയിൽ കാത്തിരുന്നത്. മുലാങ് അവിടെ എത്തി വാതിൽ തുറക്കുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.